ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ലൈഫ് യോഗ സ്റ്റുഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മൾ യോഗ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും യോഗ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ റിവ്യൂസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ യോഗ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എപ്പോഴും സ്യൂട്ടബിൾ എന്തായാലും നമ്മൾ മോർണിംഗ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ ദിവസം തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ യോഗ അല്ലെങ്കിൽ എന്തൊരു എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു എനർജി ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ജിമ്മൊക്കെ നമുക്ക് വൈകിട്ട് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും വൈകിട്ട് പോകണമെങ്കിൽ അത് കുഴപ്പമില്ല. കാരണം നിങ്ങൾ ക്ഷീണിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ആ ഒരു ഉറക്കം കിട്ടും. മറ്റേ നമ്മൾ രാവിലെ ടയർഡായി കഴിഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് ഡേ ആ ഒരു ചെറിയൊരു ക്ഷീണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. യോഗ അങ്ങനെയല്ല, നമുക്കൊരു ബൂസ്റ്റാണ്, ഒരു എനർജി ബൂസ്റ്ററാണ്. അപ്പം നമ്മൾ അത് മാക്സിമം രാവിലെ തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യുക. അതിൻ്റെ അല്ലാതെ നമുക്കിപ്പോൾ ഉറക്കം കിട്ടുന്നില്ല അങ്ങനെയുള്ള യോഗാസ് നമുക്ക് ഉണ്ട് നൈറ്റ്, അത് സ്പെഷ്യൽ യോഗാസാണ് അതെല്ലാം. അതുകൊണ്ട് നൈറ്റ് അല്ല നിങ്ങൾ പ്രിഫറബിൾ, മോർണിംഗ് ആണ് പ്രിഫറബിൾ. അങ്ങനെയല്ല, ഒട്ടും സമയം ഇല്ല എന്നുള്ളവർക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നൈറ്റ് ചെയ്യാം. ഓക്കെ, അതൊരു പോയിന്റ്. പിന്നുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ യോഗ മാറ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. മാറ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മൾ റഫായിട്ടുള്ള സർഫസിൽ നമ്മളെ സോഫ്റ്റ് സ്കിന്നെ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ റാഷസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കെയർ ചെയ്യണം. പിന്നെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളെ സ്കിന്ന് നല്ലപോലെ കെയർ ചെയ്യണം. ഓക്കെ, സ്കിൻ കെയറിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. വെള്ളം കുടിക്കണം, നല്ല ഫുഡ്, നല്ല ക്വാളിറ്റി ഫുഡ്. ഇത് രണ്ടും കഴിക്കുമ്പോഴത്തേക്കും ഏകദേശം നമ്മളെ സ്കിൻ ക്ലിയർ ആവും. നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യണം. ഓക്കെ, ഷുഗർ കട്ട് ചെയ്യുക. നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അയ്യോ എനിക്ക് ഷുഗർ കുറഞ്ഞു പോകും അങ്ങനെ വിഷയമില്ല. നമ്മൾ ഫ്രൂട്ട്സ് ചെയ്യുന്നത് നമുക്ക് അല്ലാതെ കഴിക്കുന്നത് നമുക്ക് ഷുഗർ കിട്ടുന്നുണ്ട്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻടേക്ക് ചെയ്യുന്ന ഷുഗർ, പഞ്ചസാര, വൈറ്റ് പോയിസൺ എന്ന് പറയുന്ന പഞ്ചസാര മാക്സിമം അല്ല കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഫേസിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ പറ്റും, ഉറപ്പാണ്, 100% ഗ്യാരണ്ടി. നിങ്ങൾ ഒരു മാസം ഷുഗർ കട്ട് ചെയ്ത് നോക്ക്. നമുക്ക് നിങ്ങൾ ആലോചിച്ചോ, എനിക്ക് ഷുഗർ അലർജിയാണ് നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ അത് കട്ട് ചെയ്ത് നോക്കിയേ, കഴിക്കുന്നില്ല എന്ന് വെച്ച് നോക്കിയേ, അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിന് ഒരുപാട് ചേഞ്ചസ് വരും, സ്കിന്നിന് നല്ലൊരു ഗ്ലോ വരും. ഓക്കെ, അപ്പോൾ അത് മെയിനായിട്ട് തിങ്. പിന്നെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ മസ്റ്റായിട്ട്, ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും, നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് നമ്മളെ ഫേസിൽ അടിക്കരുത്. രാവിലത്തെ സൺലൈറ്റ് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള സൺലൈറ്റ്, അതായത് നമ്മൾ പുറത്തോട്ട് പോയി ഉള്ള സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ബോഡിക്ക് അത് നല്ലതല്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യണം മാക്സിമം. ഇപ്പൊ ഞാൻ ഇന്ന ബ്രാൻഡിന്റെ സൺസ്ക്രീൻ അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് മോയ്സ്ചറൈസർ എന്ന് ഞാൻ പറയത്തില്ല, കാരണം എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പം രാവിലെ എണീറ്റ് ഫ്രഷ് ആയി നമ്മളെ സ്കിൻ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. മനസ്സിലായോ? ഒരു മോയ്സ്ചറൈസർ നമുക്കിപ്പം ചെറിയ മോയ്സ്ചറൈസർ 50 രൂപയുടെയൊക്കെ കിട്ടുന്നുണ്ട്, അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെൽ, ഇപ്പൊ നിങ്ങൾക്ക് കെമിക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നില്ല, അതിനകത്ത് ഇന്ന ഇമ്പാക്റ്റുകൾ ഉണ്ടെന്നാണെങ്കിൽ യൂസ് ചെയ്യേണ്ട. അതല്ലാതെ നമുക്ക് എന്താ നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഇഷ്ടംമാതിരി ഉണ്ട്. നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് പാക്കറ്റ് യൂസ് ചെയ്യുന്നത്. അലോവേര വീട്ടിലൊരു കറ്റാർവാഴ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ജെല്ല് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും എന്താ അത് മുഖത്തിട്ടിട്ട് നമ്മൾ മുഖം ഒന്ന് ഫ്രഷ് ആക്കാം. അത് വന്നു കഴിഞ്ഞിട്ട് അതൊന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും 100% ഓക്കെ. കേട്ടോ, അത് യൂസ് ചെയ്യേണ്ട രീതിയുണ്ട്, നമുക്കറിയാം. അതിനകത്തുള്ള യെല്ലോ പാർട്ട് ഉണ്ടല്ലോ, അത് കറ കളഞ്ഞിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ ഞാൻ വേറെ ക്ലാസ്സിൽ അത് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫേസിൽ ചെയ്യുക. ഫേസിൽ ചെയ്യുമ്പോൾ ഉപയോഗം എന്താ അറിയാമോ? ഒന്ന്, നമുക്കൊരു സന്തോഷം കിട്ടും. നമുക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുന്നു. നമ്മൾ അലോവേര ജെൽ എടുക്കുന്നു, അതിനകത്ത് എന്തെങ്കിലും ഹണിയോ എന്തെങ്കിലും സാധനം ഒഴിക്കുന്നു. യൂട്യൂബിൽ അത് ഇഷ്ടംപോലെ വീഡിയോസ് കിടപ്പുണ്ട് ഇപ്പം ചെയ്യുന്നു. അത് നമ്മൾ ഫേസിൽ കെയർ ചെയ്യുന്നു, അപ്പൊ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. മനസ്സിലായ? അതിന് സമയം എടുക്കും എന്നുണ്ടായിട്ടാണ് ഞാൻ മോയ്സ്ചറൈസറോ അത് അല്ലെങ്കിൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞത്. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക്, നമ്മുടെ മുഖത്തൊരു ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് മോയ്സ്ചറൈസർ. സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. അതെല്ലാം ഡോക്ടേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്താൽ നമുക്ക് ഒരുവിധം നമ്മളെ കരിവാളിപ്പൊക്കെ മാറിക്കിട്ടും. ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഭാവിയിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ തടയും. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം. വണ്ടി പോകുന്നു. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള യോഗയല്ല, മൊത്തത്തിൽ നമുക്കൊരു നമ്മുടെ സെൽഫ് ലവിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ക്ലിയർ ആയല്ലോ? പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഓഫീസിലൊക്കെ ബോർ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ മൊത്തത്തിലൊന്ന് കണ്ണൊക്കെ അടച്ച് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ യോഗയായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു ഹാപ്പിനെസ് കാണും. ക്ലിയർ ആയല്ലോ? അപ്പം ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ എൻക്വയറീസ്. ഒരുപാട് പേര് ചോദിച്ചെന്താ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ കാല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടങ്ങിയപ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു സ്വെല്ലിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു കുട്ടി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് യോഗ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ എൻ്റെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം. ഹാപ്പി മോർണിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.